എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വിഷയവുമായാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. നിരവധി വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ മുതൽ പ്രായമായ ആളുകൾ വരെ, ചിലരിത് നിത്യത്തൊഴിലായി, ഇത് മാത്രം തൊഴിലാക്കി ജീവിക്കുന്നവർ വരെ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇവരെല്ലാം സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? എല്ലാവരെയും അടച്ചല്ല പറയുന്നത്. നല്ല സന്ദേശങ്ങളും നല്ല സമൂഹത്തിന് ഗുണകരമായ മെസ്സേജുകളും കൊടുക്കുന്ന ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ് ആയിട്ടും യൂട്യൂബ് മീഡിയയൊക്കെ ആയിട്ടൊക്കെ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. സന്തോഷപ്രധാനമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കലാപരമായ കഴിവുകൾ, അവരുടെ എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ, ഇതെല്ലാം സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ആളുകളുമുണ്ട്. അവര് ആരെയും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പ്രധാനമായും ഏതെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടി ആരെയെങ്കിലും ഒക്കെ അപമാനിക്കുന്ന ഒരു വീഡിയോയും ചെയ്ത്, അതല്ലെങ്കിൽ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ കൊച്ചു കുട്ടികളെ വരെ സ്വാധീനിക്കുന്ന വീഡിയോകൾ ചെയ്ത് അവരുടെ അറ്റൻഷൻ പിടിച്ചുപറ്റിയ ശേഷം വളരെ മോശമായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ചില വ്യക്തികൾ, ഇവരെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒരു നിയമം കൈകാര്യം ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ എനിക്ക് പറയുവാനുള്ളത്. കാരണം ഇവരെ ഇല്ലാതാക്കാതെ പറഞ്ഞാൽ അവരെ കൊന്നുകളയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിയമം മൂലം അല്ലെങ്കിൽ നിയമത്തിന്റെ സംവിധാനം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹേറ്റ് സ്പ്രെഡേഴ്സ്, അതായത് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ഇറക്കിക്കൊണ്ട് സമൂഹത്തിലെ ഒരു വിഭാഗത്തെ തന്നെ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഇവർക്ക് കർശനമായ നിയന്ത്രണം ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വാർത്ത, ഇന്നത്തെ വാർത്തയാണ്. ഇന്ന് പല ചാനലുകളിലും ഈ വാർത്തകൾ കണ്ടു. ഒരു ഗെയിമർ, അദ്ദേഹത്തിന്റെ കൂടെ കാരണം ധാരാളം പൈസ കിട്ടുന്നുള്ളൂ, ഒരു കൂടെ കുറെ കുട്ടികളെ വെച്ച് അവരെ ദുരുപയോഗം ചെയ്ത്, അവര് വഴി വന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരുപയോഗം ചെയ്ത് മയക്കുമരുന്ന് കൊടുത്ത്, മയക്കുമരുന്ന് വ്യാപനം നടത്തി, കഞ്ചാവ് കൊടുത്ത് ഒരു വലിയ തലമുറയെ വഴിതെറ്റിച്ച ശേഷം അദ്ദേഹം തന്നെ ഇവരെ പിരിച്ചു വിട്ടിട്ട് ഇവർക്കെതിരെ കൊണ്ടൊരു പരാതി കൊടുത്തു. ഈ പരാതി അവസാനം തിരിഞ്ഞു വരികയാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ DGP തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ കുറച്ച് നേരത്തെ വേണ്ടതായിരുന്നു എന്നുള്ളതാണ്. മുമ്പ് പല കേസുകളിലും ആരോപണ വിധേയനായ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ആൾ. ഞാൻ പേര് പറയാത്തത് മനഃപൂർവ്വം. ആ തരത്തിലൊരു പബ്ലിസിറ്റിയുടെ ആവശ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം പ്രസിദ്ധനാണ്, കുപ്രസിദ്ധനാണ്. ഇതുപോലെയുള്ള ഒരുപാട് പേർ സമൂഹത്തിലേക്ക് മോശം സന്ദേശങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ കർശനമായ നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അവനവനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ കലാപരമായ എന്തെങ്കിലും തരത്തിൽ ആൾക്കാരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം അവരോധിക്കപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്. ചിലരുണ്ട്, പൈസ കിട്ടും അതുകൊണ്ടായിരിക്കാം, ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ അത് ഒരു കാര്യം എടുത്തിട്ട്, അത് സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ആൾക്കാർ, അത് കാണാനും ഉണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കേട്ടോ. എന്തോ ഇത് കാണാനും ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ. അങ്ങനെയുള്ള മറ്റുള്ളവരുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ധാരാളം പേരെ ഈ യൂട്യൂബിൽ കാണുന്നുണ്ട്. കാണുന്നവർ കണ്ടോട്ടെ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ ഇവരെല്ലാം സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് അവർ തന്നെ സ്വയം ചിന്തിക്കണം. ചിലർ വന്ന് വെറുതെ ആൾക്കാരെ ചീത്ത പറയുക, അങ്ങനെ അസഭ്യം പറയുക, അങ്ങനെയുള്ള വീഡിയോകളും ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച് കാണുന്നല്ലേ. ഇടയ്ക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കയറി വരുന്നതാണ്. അപ്പൊ എന്താന്ന് നോക്കുമ്പോൾ അതിൽ തമ്പനയിലൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷെ കേൾക്കുമ്പോഴാണ് മനസ്സിലാകണത് പരമാവധി മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരിക്കും. അല്ല, വാർത്തയല്ല, ആരോപണങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാൻ സാധിക്കുമോ? പരമാവധി ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ സാധിക്കില്ല. കാരണം യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇതുപോലെ ഓരോന്നിങ്ങനെ കയറി വരും. സ്വാഭാവികമായിട്ട് എന്താണ് എന്ന് നോക്കുമ്പോഴായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ. അപ്പൊ സ്കിപ്പ് ചെയ്ത് പോവാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനാണ് മറ്റുള്ളവരെ അവഹേളിക്കാൻ വേണ്ടി വീഡിയോ ഇറക്കുന്നത്? ഇവർക്ക് വ്യൂവേഴ്സ് കൂടി, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രം. മറ്റു ചിലർ സ്വന്തം ശരീരം തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട്, കൂടുതലും സ്ത്രീകളാണ്, അതിപ്പോ മോണിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ. ഈ കൂട്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ നിയമ സംവിധാനം അനുസരിച്ച് ഇത്തരത്തിൽ എക്സിബിറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലും, അവർക്കാണുള്ള വ്യൂവർഷിപ്പ് കൂടുതലും,
ഇവർക്കെതിരെയൊക്കെ കർശനമായ നടപടി സ്വീകരിക്കുവാനുള്ള സംവിധാനമൊക്കെ ഇന്ത്യയിലുണ്ട്. ഇത് പരാതി കൊടുത്ത് ഒരു കേസായി വന്നു കഴിയുമ്പോൾ പിന്നീടുള്ള ജീവിതം ചിലപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കും. അതുകൂടി ഓർത്തിട്ട് വേണം ഈ തരത്തിലുള്ള എക്സിബിഷനിസം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ. ഇത് കണ്ട് വഴിതെറ്റുന്ന എത്രത്തോളം കുട്ടികളുണ്ട്. ഇപ്പൊ കുട്ടികളുടെ കയ്യിലെല്ലാം മൊബൈലാണ്. കാരണം ഇവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും മൊബൈലും ലാപ്ടോപ്പും എടുത്തു കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ്. സ്വാഭാവികമായും അവരും ഇതിൽ അഡിക്റ്റഡ് ആവുകയാണ്, അവരും ഇതിൽ സ്വാധീനിക്കപ്പെടുകയാണ്. ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന ഒരു പുതിയ തലമുറയുടെ ചിന്താഗതിയിലൂടെ അവർ വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാതെ മോശം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെതിരെ കർശനമായ നിയമ നടപടി വേണമെന്നാണ് ഒരു നിയമം പഠിച്ചിട്ടുള്ള ആൾ എന്ന രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ പ്രതീക്ഷ അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കുവാനുള്ള കർശനമായ സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തും എന്ന് തന്നെയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.